വൈശാലി ഭാഗം 5. അവൾ അകത്തേക്ക് കയറി വന്നു. കുറച്ചു സമയം ഡാൻസ് വീഡിയോസൊക്കെ കണ്ടിരിക്കാമെന്ന് കരുതി അവൾ ലാപ്ടോപ്പ് എടുത്തു. ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫേസ്ബുക്കിൽ നിന്നും ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അത് കണ്ടതും അവളുടെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. വിഷ്ണുദേവ് സെൻഡ് യു എ ഫ്രണ്ട് റിക്വസ്റ്റ്. അത് കണ്ടതും അവൾ മറ്റൊന്നും ആലോചിക്കാതെ വീഡിയോ ക്ലോസ് ചെയ്ത് ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി. ആദ്യം തന്നെ വിഷ്ണുവിൻ്റെ ഫേസ്ബുക്ക് റിക്വസ്റ്റ് വന്ന് കിടക്കുന്നുണ്ട്. അവൾ അതെടുത്ത് നോക്കി. പുതിയ വീടിൻ്റെ മുന്നിലായി നിന്നെടുത്ത ഫോട്ടോയാണ് അവൻ പ്രൊഫൈൽ ചിത്രമായി വെച്ചിരിക്കുന്നത്. അവൾ അതെടുക്കാനായി ഒന്ന് ശ്രമിച്ചു. പക്ഷേ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിനാൽ ഫോട്ടോ മുഴുവനായിട്ടും തുറന്നു കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു നിമിഷം അവൻ്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നവൾ ആലോചിച്ചു. ഒടുവിൽ വേണ്ടെന്ന് തീരുമാനിച്ച് അവൾ ഫേസ്ബുക്ക് ക്ലോസ് ചെയ്തു. എങ്കിലും അവളുടെ ചിന്തകൾ അവനെ ചുറ്റിപ്പറ്റി തന്നെ നിന്നു. എന്തോ ആ ഫോട്ടോ കാണണമെന്ന് മനസ്സ് ശാഠ്യം പിടിക്കുന്നത് പോലെ തോന്നി അവൾക്ക്. ഒടുവിൽ ഏതോ ഒരു നിമിഷത്തിൽ അവൾ ഫേസ്ബുക്ക് വീണ്ടും ഓപ്പൺ ആക്കി അവൻ്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആക്സെപ്റ്റ് ചെയ്തതും അവൾക്ക് മുന്നിലേക്ക് അവൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ തുറന്നു വന്നു. അവൾ ആദ്യം തന്നെ പ്രൊഫൈൽ ഫോട്ടോയാണ് എടുത്തു നോക്കിയത്. നോക്കുമ്പോൾ ഒരു ഷർട്ടും ഗോൾഡൻ കളറിലെ മുണ്ടും ഒക്കെ ഉടുത്ത് പുതിയ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഫോട്ടോയാണ്. എന്തോ ആവേശത്തിൽ അവനെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് തോന്നിപ്പോയി അവൾക്ക്. കവർ ഫോട്ടോ അല്പം പഴയതാണ് ഇട്ടിരിക്കുന്നത്. പിന്നീട് അവൾ താഴേക്ക് സ്ക്രോൾ ചെയ്തു. ഒത്തിരി അധികം ഫോട്ടോസ് ഉണ്ട്. കൂട്ടുകാരുമായി നിൽക്കുന്നതും പഴയ ഫോട്ടോകളും മുത്തശ്ശിയായി നിൽക്കുന്നതും ഒക്കെ, അങ്ങനെ ഒത്തിരി ഫോട്ടോകൾ. അവൾ ഓരോന്നും സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരുന്നു. തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അവൾ ഓരോ ഫോട്ടോയും നിരീക്ഷിക്കുന്ന തിരക്കിലായിരുന്നു. അവൻ്റെ അവസാനമായിട്ടിരിക്കുന്ന ഫോട്ടോ വരെ അവൾ ഇരുന്ന് ഒറ്റ ഇരിപ്പിൽ നോക്കി തീർത്തു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് താൻ എന്തിനാണ് ഇത്രയും സമയം അവന് വേണ്ടി ചെലവഴിച്ചത് എന്ന ചിന്ത അവളിൽ വന്നത്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് അവൾക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു. തനിക്ക് എന്താണ് സംഭവിക്കുന്നത്? താൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അവൾക്ക് ആകെ മൊത്തത്തിൽ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. എന്തിനാണ് ഇപ്പോൾ അവൻ അയച്ച ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തതെന്ന് അവൾ പല ആവർത്തി മനസ്സിനോട് ചോദിച്ചു. എന്നാൽ അതിന് കൃത്യമായൊരു ഉത്തരം അവളുടെ മനസ്സിനോ ബുദ്ധിക്കോ കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. മടിയിൽ നിന്നും ലാപ്ടോപ്പ് എടുത്ത് മാറ്റിവെച്ച് അവൾ നടത്തളത്തിൻ്റെ അരികിലായിട്ടിരിക്കുന്ന ആട്ടുകട്ടിലിൽ വന്നിരുന്നു. നൂല് പൊട്ടിയ പട്ടം കണക്ക് പാറി പറന്നുകൊണ്ടിരിക്കുന്ന അവളുടെ മനസ്സിനെ വരുതിയിലാക്കാൻ അവൾ നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു. വേണ്ട, മനസ്സിൽ അരുതാത്തതായ എന്തെങ്കിലും മോഹം കെട്ടിപ്പടുത്തുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചേക്ക് വൈശാലി. അവൾ സ്വയം അവളോട് തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. വിഷ്ണു ഒരിക്കലും നിനക്ക് ചേർന്നൊരുവനല്ല. അവന് നിന്നിൽ നല്ല കുട്ടികളെ കിട്ടും. നീയായി അവൻ്റെ ജീവിതം നശിപ്പിക്കരുത്. അവളുടെ ബുദ്ധി വീണ്ടും അവളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. എന്തൊക്കെ ആലോചിച്ചിട്ടും തൻ്റെ മനസ്സ് അവനിലേക്ക് ചാഞ്ഞു പോകുന്നത് പോലെ തോന്നി അവൾക്ക്. ഇല്ല, വൈശാലി ഒരിക്കലും വിഷ്ണുവിന് സ്വന്തം ആകില്ല. തൻ്റെ ഈ നശിച്ച ജീവിതത്തിലേക്ക് അവനെ കൂടെ വലിച്ചിഴക്കാൻ വയ്യ. എന്നോട് തോന്നിയ ഇഷ്ടം ഉപേക്ഷിക്കണമെന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കണം. അങ്ങനെയൊരു ഇഷ്ടം ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും മനസ്സിൽ അവൾക്ക് കല്ല് കയറ്റിവെച്ച ഭാരം അനുഭവപ്പെട്ടു. ആ രാത്രി അവസാനിക്കുമ്പോഴും അവളുടെ മനസ്സിൽ ചിന്താഭാരം തന്നെയായിരുന്നു. സ്വസ്ഥമല്ലാത്ത മനസ്സായതുകൊണ്ട് തന്നെ ആ രാത്രി അവൾക്ക് ഉറക്കം ലഭിച്ചില്ല. എന്നാൽ വിഷ്ണുവിൻ്റെ അവസ്ഥ നേരെ തിരിച്ചായിരുന്നു. യാതൊരു പ്രതീക്ഷയും ഇല്ലാതെയാണ് അവളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ കണ്ടപ്പോൾ അവൻ ഒരു റിക്വസ്റ്റ് അയച്ചത്. ഒത്തിരി അന്വേഷിച്ച് കണ്ടുപിടിച്ചെടുത്തതാണ്. സ്വന്തം ഫോട്ടോ അല്ല, പക്ഷേ വൈശാലി ദേവർമഠം എന്ന പേരിൽ കൃഷ്ണ വിഗ്രഹവും മയിൽപീലിയും പ്രൊഫൈൽ ഫോട്ടോ ആയിട്ടിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അത് അവളാണെന്ന് തനിക്ക് മനസ്സിലായി. മുന്നും പിന്നും നോക്കാതെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. പക്ഷേ അത് അവൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. വിഷ്ണുവിന് അവളത് അക്സെപ്റ്റ് ചെയ്തു എന്ന് കണ്ടപ്പോൾ എന്തോ സ്വർഗം കീഴടക്കിയ സന്തോഷമാണ് അന്നേരം തോന്നിയത്. എന്തോ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ വൈശാലിയിലേക്കുള്ള ദൂരം ഇനി അധികമില്ലെന്ന്. ആ രാത്രി അധികം വൈകാതെ തന്നെ വൈശാലി തന്നിലേക്ക് എത്തിച്ചേരും എന്ന വിശ്വാസത്തോടെ വിഷ്ണു സമാധാനമായി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ അല്പം വൈകിയാണ് വൈശാലി ഉണർന്നത്. കാരണം ഇന്നലെ രാത്രി ഉറക്കമൊഴിച്ച് കുറേ സമയമിരുന്നു. ഉറക്കമൊഴിച്ചെന്ന് പറയാനാവില്ല, ഉറക്കം വരുന്നുണ്ടായിരുന്നില്ലെന്ന് പറയാം. നേരം പുലർന്നു തുടങ്ങിയ സമയം എപ്പോഴോ ആണ് കിടന്നുറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഉണരാനും വൈകിപ്പോയി. എഴുന്നേറ്റ് വേഗം പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്ത് അടുക്കളയിൽ കയറി ഭക്ഷണം ഉണ്ടാക്കി. അപ്പോഴേക്കും കോളേജിൽ പോകാനുള്ള സമയവുമായിരുന്നു. 8:30 ആയപ്പോഴേക്കും എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി കോളേജിലേക്ക് ഇറങ്ങി. വണ്ടിയുണ്ടെങ്കിലും കോളേജിലേക്ക് നടന്നു പോവുകയാണ് ശീലം. കാരണം ഈ സമയത്ത് റോഡിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ വെറുതെ വണ്ടി കൊണ്ടുപോയി ആവശ്യമില്ലാത്ത വല്ല അപകടവും പറ്റിയാൽ തന്നെ നോക്കാൻ ആരും ഉണ്ടാകില്ലെന്ന് വൈശാലിക്കറിയാം. നടന്നു പോകുന്ന വഴിയാണ് പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് ഒരു വണ്ടി വന്നു നിന്നത്. ബൈക്ക് കണ്ടപ്പോൾ തന്നെ അത് വിഷ്ണു ആണെന്ന് അവൾക്ക് മനസ്സിലായി. ദേഷ്യത്തോടെ തന്നെ കടുപ്പം ഒട്ടും കുറയ്ക്കാതെ അവൾ അവനെ നോക്കി. കയറിക്കോ വൈശാലി, ഞാൻ ആക്കിത്തരാം. സ്വതവേയുള്ള പുഞ്ചിരിയോടെ വിഷ്ണു പറഞ്ഞതും അവൾ അവനെ തറപ്പിച്ചൊന്ന് നോക്കി. ശേഷം അവൻ പറഞ്ഞത് തന്നോടല്ല എന്ന രീതിയിൽ അവൾ അവനെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് നടന്നു. അവൾക്ക് അവനോട് സംസാരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല.
ഇനി സംസാരിച്ചാൽ തന്നെ അവൻ ഇന്നലെ ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത കാര്യം വല്ലതും ചോദിക്കുമോ എന്ന പേടിയായിരുന്നു. അങ്ങനെ ഓർത്തപ്പോൾ അവൾക്ക് അവനോട് സംസാരിക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് പതിവിലും വേഗതയിലാണ് അവൾ നടന്നത്. അവൾ ഒന്നും മിണ്ടാതെ പോകുന്നത് കണ്ടതും അധികം ശല്യം ചെയ്യണ്ടെന്ന് കരുതി വിഷ്ണു വണ്ടിയെടുത്ത് മുന്നിലേക്ക് കുതിച്ചു. തന്റെ അരികിലൂടെ വിഷ്ണു കടന്നു പോകുന്നത് അവൾ അറിഞ്ഞുവെങ്കിലും അവൾ അവനെ നോക്കാൻ പോയില്ല. എന്നാൽ കോളേജിലേക്ക് എത്തിയപ്പോഴും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴും അവൾക്ക് ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. തന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം വിഷ്ണു ആണെന്നാണ് വൈശാലി ചിന്തിച്ചത്. ആ സമയം അവൾക്ക് അവനോട് വല്ലാത്തൊരു ദേഷ്യം തോന്നിപ്പോയി. കോളേജ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ തന്നെ വിഷ്ണുവിനോട് പരമാവധി വേഗത്തിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞെല്ലാം മനസ്സിലാക്കണമെന്ന് വൈശാലി മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. വീട്ടിലെത്തിയതും അവൾ ആദ്യം തന്നെ പോയൊന്ന് കുളിച്ചു. ഓരോന്നാലോചിച്ചിരിക്കും തോറും തല പിളർന്നു പോകുന്ന വേദന തോന്നി. കുളിച്ചു കഴിഞ്ഞ് അവൾ ആട്ടുകട്ടിലിൽ വന്നിരുന്നു. തന്റെ ജീവിതം മുഴുവനൊന്ന് ഓർത്തെടുത്തു. ഓർമ്മ വെച്ച നാൾ മുതൽ ഇങ്ങോട്ട് ഈ 27 വയസ്സുവരെ മനസ്സറിഞ്ഞൊന്ന് സന്തോഷിച്ചിട്ടില്ല അവൾ ഇന്നുവരെ. സന്തോഷം എന്താണെന്ന് തനിക്കറിയോ? ഇല്ല, അങ്ങനെയൊന്നും തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചതു മുതൽ ഒന്നിലും തളർന്നു പോയിട്ടില്ല. വർഷങ്ങളായിരിക്കുന്നു താനൊന്ന് കരഞ്ഞിട്ട് പോലും. മുത്തശ്ശൻ മരിക്കുമ്പോഴാണ് താൻ അവസാനമായി കരഞ്ഞത്. അവൾ അത് ഓർത്തെടുത്തു. അങ്ങനെയുള്ളപ്പോൾ ഇത്ര നിസ്സാരമായ കാര്യത്തിന് എന്തിനാണ് താൻ ഇത്ര ആവലാതിപ്പെടുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. വിഷ്ണുവിനോട് ഇനി കാണുമ്പോൾ പറഞ്ഞ് ശരിയാക്കണം. എന്നോടുള്ള ഇഷ്ടം മറന്നു കളയാൻ പറയണം. മനസ്സിൽ എന്തൊക്കെയോ ആലോചിച്ച് ഉറച്ച തീരുമാനങ്ങൾ അവൾ എടുത്തു. ആട്ടുകട്ടിലേക്ക് തന്നെ അവൾ ചാഞ്ഞു കിടന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു. കുളിച്ചെല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോയി ഒരു ഗ്ലാസ് ചായയുമായി വീടിന്റെ ഉമ്മറത്തേക്ക് നടന്നു. വരാന്തയിലേക്ക് വന്ന് നിന്നപ്പോൾ തന്നെ അവളുടെ നോട്ടം മുന്നിലെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അതാ കൃത്യമായിട്ട് വിഷ്ണുവും വീടിന്റെ മുന്നിലുണ്ട്. അവൾ അത് കാര്യമാക്കാതെ വീടിന്റെ വരാന്തയിലുള്ള അത്താണിയിൽ വന്നിരുന്ന് പത്രം വായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വീടിന്റെ ഗേറ്റ് തുറന്ന് വിഷ്ണു അങ്ങോട്ട് വരുന്നത് കണ്ടത്. ഈയൊരു വരവ് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് പ്രത്യേകിച്ച് ഞെട്ടലൊന്നും ഉണ്ടായില്ല. കാരണം ഒരു നിമിഷം അവൻ വന്നിരുന്നെങ്കിൽ തന്റെ മനസ്സിലെ തീരുമാനങ്ങൾ അവനെ അറിയിക്കാം എന്നുള്ള ചിന്തയും അവൾക്കുണ്ടായിരുന്നു. പത്രം വായിക്കുന്നതിനിടയിൽ തന്നെ അവൾ കണ്ണുകൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. ശേഷം തിരികെ പത്രത്തിലേക്ക് തന്നെ കണ്ണുകൾ പായിച്ചു. വൈശാലി ടീച്ചർക്ക് ഇന്ന് കോളേജിൽ പോകണ്ടേ? സ്വതവേയുള്ള കുസൃതിയോടെയുള്ള ശബ്ദത്തിൽ ചെറുപുഞ്ചിരിയോടെ ചോദിച്ചുകൊണ്ട് അവൻ വീടിന്റെ വരാന്തയിലേക്കിരുന്നു. അവന്റെ ചോദ്യത്തിൽ അവൾ കണ്ണുകൾ ഉയർത്തി അവനെ ഒന്ന് സൂക്ഷ്മമായി നോക്കി. പക്ഷേ ആ നോട്ടത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് ദേഷ്യമാണ്. വിഷ്ണുവിന് പിന്നെ ഇത് പതിവായതുകൊണ്ട് അവനത് ഒരു ഒഴുക്കൻ മട്ടിൽ വിട്ടുകളഞ്ഞു. വിഷ്ണു എന്ത് കണ്ടിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ വീട്ടിലേക്ക് അനുവാദം പോലും ചോദിക്കാതെ കടന്നു വരുന്നത്? പെട്ടെന്ന് തന്നെ അവൾ അവനോടായി ചോദിച്ചു. എന്നാൽ ഇത്രയും നേരം വിഷ്ണു അവളോട് ഓരോന്നൊക്കെ ചോദിച്ചിട്ടും അതിനൊന്നും ഉത്തരം പറയാതെ പെട്ടെന്ന് ഇങ്ങനെയൊരു ചോദ്യം അവനോട് തിരികെ ചോദിച്ചതും അവൻ അവളെ സംശയഭാവത്തിലൊന്ന് നോക്കി. ശേഷം അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അതെന്താ വൈശാലി ടീച്ചറെ, ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് മറ്റാർക്കും വരാൻ പാടില്ലെന്നുണ്ടോ? തമാശ രൂപത്തിൽ അവൻ അവളോട് തിരികെ ചോദിച്ചു. പക്ഷെ അവന്റെ ആ ചോദ്യത്തിൽ അവൾക്ക് രോഷമാണ് തോന്നിയത്. തമാശ പറയാൻ വേണ്ടിയല്ല വിഷ്ണു ഞാനിത് പറയുന്നത്, കാര്യമായി പറയുകയാണ്. ഇനി വിഷ്ണു എൻ്റെ വീട്ടിലേക്ക് വരരുത്. പത്രത്തിലേക്ക് കണ്ണുകൾ നോക്കിക്കൊണ്ട് തന്നെ അവൾ പറഞ്ഞൊപ്പിച്ചു. പക്ഷേ അത് പറയുമ്പോൾ അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞുവോ? വൈശാലി ടീച്ചർക്ക് എന്താ ഒരാളുടെ മുഖത്തേക്ക് നോക്കി സംസാരിക്കാൻ അറിയില്ലേ? എടുത്തടിച്ചതുപോലെ അവളത് പറഞ്ഞത് അവനിൽ ചെറിയൊരു നിരാശ പടർത്തിയെങ്കിലും അവൻ വീണ്ടും അവളോട് തിരികെ ചോദിച്ചു. എന്നാൽ താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവന്റെ കൂസലില്ലായ്മ കണ്ടതും അവൾക്ക് തന്നെ ദേഷ്യം വന്നു. വിഷ്ണു ഇനി ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് വരരുത്, അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി തന്നെ പറഞ്ഞു. ആ നിമിഷം തന്നെ വിഷ്ണു അവളുടെ വീട്ടിൽ നിന്നും എഴുന്നേറ്റ് പടിയിറങ്ങി. ശരി, ഇനി വൈശാലി ടീച്ചർ പറയാതെ ഈ വീട്ടിലേക്ക് ഞാൻ കയറില്ല. അവൾ അങ്ങനെ പറഞ്ഞതും തിരിച്ചു ഗൗരവത്തോടെ തന്നെ അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി. ഈ പടി കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ എന്നോട് നിനക്കുള്ള സ്നേഹവും മറന്നേക്കണം. പിറകിൽ നിന്നും അവളുടെ ശബ്ദം വീണ്ടും ഉയർന്നു. അത് നടക്കില്ല വൈശാലി. അവൾ പറയുന്നത് കേട്ടതും അവൻ വേഗം തന്നെ തിരിഞ്ഞു നിന്ന് അവൾക്ക് മറുപടി കൊടുത്തിരുന്നു. അവൻ അങ്ങനെ പറഞ്ഞതും അവൾ അവനെ പുരികം വളച്ചൊന്ന് നോക്കി. ഇങ്ങനെ നോക്കണ്ട, തന്നെ സ്നേഹിക്കാൻ എനിക്ക് തൻ്റെ സമ്മതം വേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരിക്കലും വൈശാലി വിഷ്ണുവിൻ്റെ സ്നേഹം അംഗീകരിക്കും. അതുവരെ കാത്തിരിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഗൗരവത്തോടെ തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. ഇല്ല, ഞാനിതൊരിക്കലും അംഗീകരിക്കില്ല. ഒരുതരം വാശിയോടെ അവൾ അവനോട് തിരികെ പറഞ്ഞു. അംഗീകരിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോ തനിക്ക്? അവൻ തിരികെ ചോദിച്ചതും അവൾ ഉത്തരം മുട്ടിയതുപോലെ നിന്നു. അപ്പോൾ കാരണമൊന്നുമില്ല. എങ്കിൽ ശരി, നമുക്ക് കാണാം. കാണണം. കുറച്ചു സമയം കഴിഞ്ഞിട്ടും വൈശാലിയിൽ നിന്നും മറുപടിയൊന്നും ഇല്ലെന്ന് കണ്ടതും അവൻ പറഞ്ഞു. അത് പറഞ്ഞ് അവൻ പടികടന്ന് പുറത്തേക്ക് നടന്നു. അവൻ പോകുന്നത് അവൾ ഒരുതരം നിർവികാരതയോടെ കണ്ടു നിന്നു. ജീവിതത്തിന്റെ താളം തെറ്റുന്നത് പോലെ തോന്നി അവൾക്ക്. അകത്തേക്ക് കയറി അവൾ വാതിൽ ചേർത്തടച്ചു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ.
ബൈ.